അമാന ആശുപത്രിയിൽ 2.5 വർഷത്തോളം തൊഴിലെടുത്ത ഒരു നേഴ്സ് അവളുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അത് നൽകാതിരിക്കുകയും അവളെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത ആശുപത്രി മാനേജറിൻ്റെ പ്രവൃത്തി കാരണം അവൾ ജീവത്യാഗം ചെയ്യുകയാണ് ചെയ്തത്. 2.5 വർഷത്തോളം ഒരു സ്ഥാപനത്തിൽ പണിയെടുത്തത് കേവലം 6,000 രൂപയ്ക്കാണ്. അതിൽ നിന്ന് തന്നെ 3,000 രൂപ വിവിധ പേരുകൾ പറഞ്ഞവർ കട്ട് ചെയ്തു. കോതമംഗലത്തെ പാലാരിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ നിർധനമായ ഒരു കുടുംബത്തിലെ ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ഈ ആശുപത്രി മാനേജ്മെൻറ്റ് നശിപ്പിച്ചു കളഞ്ഞത്. ഈ ആശുപത്രിയിലെ ജീവനക്കാരോട് സംസാരിച്ചപ്പോഴും ഇതിനു മുന്നേ ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മാനേജർ വർക്ക് ചെയ്ത നടക്കാവ് ആശുപത്രിയിലെ ജീവനക്കാരും ഇദ്ദേഹം നടത്തിയ ക്രൂരതകൾ കൊടിയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത്തരം അബ്ദുറഹ്മാന്മാരാണ് കേരളത്തിലെ മിക്ക ആശുപത്രികളെയും മാനേജ്മെൻറ്റുകൾ വക്താക്കളായി വെക്കുകയും അവർ ഇത്തരം ക്രൂരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം നഴ്സുമാരും ഇന്നും അസംഘടിതരാണ്. വളരെ കുറച്ച് നഴ്സുമാർ മാത്രമാണ് സംഘടിതരായിട്ടുള്ളത്. ആ അസംഘടിതരായത് മഹാഭൂരിപക്ഷം വനിതകളാണ് എന്നുള്ളത് ഇവരുടെ ചൂഷണത്തിനുള്ള ഒരു പുകമരമാണ്. അമീന മരിച്ചിട്ട് ഇപ്പോൾ 5 ദിവസം കഴിയാനായി. ഇതുവരെയായിട്ടും ഒരു FIR ഇടുകയോ ഇതിൻ്റെ ഘാതകനായ അബ്ദുറഹ്മാനെ ആശുപത്രി മാനേജർ ഒരു നടപടി പോലും കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിട്ടില്ല. വളരെ കൃത്യമാണ് അതിൽ നിന്ന് അധികാരികളുടെ വലിയ പിന്തുണ ഇവർക്ക് ഈ മാനേജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. പലപ്പോഴും മരണപ്പെടുന്ന നഴ്സുമാരാകുമ്പോൾ തന്നെ നീതി നിഷേധം ഈ നാട്ടിൽ ഒരു സ്ഥിരം പല്ലവിയായി മാറും. അതിനെതിരുള്ള ശക്തമായ താക്കീതാണ് ഇന്നത്തെ പ്രതിഷേധ മാർച്ച്.